നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അലഹബാദ് ഹൈക്കോടതി ഒരു കേസിൽ നടത്തിയ ചില പരാമർശങ്ങൾ, ചില ഇടക്കാല ഉത്തരവാണ് ഇന്ന് നമ്മൾ ഈ ഒരു ന്യൂസ് ബുള്ളറ്റിനിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ നാഴികക്കല്ലാകുന്ന ഒരു പ്രസ്താവനയായതുകൊണ്ട്, വളരെ വാർത്താ പ്രാധാന്യമുള്ള ഒരു പരാമർശമായതുകൊണ്ടാണ് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഇടയിലൊക്കെ ഈ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ബൈബിൾ വീട്ടിൽ സൂക്ഷിച്ചതിന് പോലും അറസ്റ്റിലായ സംഭവങ്ങളുണ്ട്. ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ഒഫൻസായിട്ട്, മതപരിവർത്തനത്തിനുള്ള ശ്രമമായിട്ടൊക്കെ കണക്കാക്കുന്ന ഒരു സമയത്താണ് അലഹബാദ് ഹൈക്കോടതി പ്രത്യേകിച്ച് ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന പേരിൽ അറസ്റ്റിലായ 5 പേർ, അവരിൽ ഒരാൾ ഈ കേസിൻ്റെ FIR ക്യാൻസൽ ചെയ്യണം എന്ന അപേക്ഷ ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തു. ആ ഒരു കേസിൽ വാദം കേൾക്കുമ്പോഴാണ് അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെ ചില പരാമർശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത്, ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ ഒരു LED സ്ക്രീനിൽ ദൈവവചനം പ്രസംഗം കാണിക്കുന്നതോ ഈ പറഞ്ഞ 2021 ഉത്തർപ്രദേശിലെ ഈ ആൻറ്റി കൺവേർഷനുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ ഒരു നിയമപ്രകാരം കേസെടുക്കുവാൻ, FIR ചാർത്തുവാൻ കഴിയുന്ന കാര്യമല്ല. അതായത്, അങ്ങനെ ഒരു കേസെടുക്കണമെങ്കിൽ ആ ഒരു നിയമമനുസരിച്ച് ഒരു വിക്ടിം, അതായത് ആരെയാണോ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചത്, ഭയപ്പെടുത്തുകയോ പ്രലോഭിപ്പിക്കുകയോ മറ്റോ ചെയ്തത്, അങ്ങനെയുള്ള ഒരു വിക്ടിം അവിടെ ഉണ്ടായിരിക്കണം. ആ വിക്ടിം മൂലം മാത്രമാണ് കേസ് ചുമത്തുവാൻ കഴിയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അങ്ങനെയൊരു വിക്ടിം ആദ്യം FIR എഴുതുമ്പോൾ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ FIRൽ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നും അതുപോലെ തന്നെ LED സ്ക്രീനിൽ വചനം കാണിച്ചെന്നും ഉള്ള കുറ്റങ്ങൾ ചാർത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ചില ആളുകളെ ഇങ്ങനെ വിക്ടിംസാക്കി പോലീസ് ആ FIRൽ ആഡ് ചെയ്യുന്നത്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് തിരക്കിട്ട് ഒരു FIR എഴുതുവാൻ, കേസെടുക്കുവാൻ ശ്രമിച്ചു എന്ന സംശയം കോടതി പ്രകടിപ്പിക്കുവാനിടയായി തീർന്നു. അലഹബാദ് കോടതിയിൽ ഇങ്ങനൊരു കേസ് വരുവാൻ പശ്ചാത്തലമായിട്ടുണ്ടായ സംഭവം, രാം കേവൽ ഭാരതിയും 4 പേരും അവർ ഈ രാം കേവൽ ഭാരതിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു പ്രാർത്ഥനയിൽ ഒരു LED സ്ക്രീനിൽ ചില ദൈവവചനങ്ങൾ കാണിച്ചു, അതുപോലെ തന്നെ ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന കുറ്റം ആരോപിച്ച് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുവാനിടയായി തീർന്നു. ആഗസ്റ്റ് മാസത്തിലാണ് ഈ FIR രജിസ്റ്റർ ചെയ്തത്. അതായത്, ഉത്തർപ്രദേശിൽ നിലവിലുള്ള 2021 പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ എന്ന് പറയുന്ന ആ ഒരു നിയമം, ആ നിയമപ്രകാരം BNS ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചും ഒക്കെ രജിസ്റ്റർ ചെയ്ത FIR ക്യാൻസൽ ചെയ്യണമെന്ന ആ ഒരു ഹർജി കോടതി കേൾക്കുകയായിരുന്നു. ഈ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ LED സ്ക്രീനിലൊക്കെ വചനമൊക്കെ കാണിച്ചുള്ള ആ ഒരു പ്രയറോടെ നടക്കുമ്പോൾ അവിടെ ആ വീട്ടിൽ വന്നു എന്ന് പറയുന്ന ഒരു മനോജ് കുമാറാണ് ഈ കേസ് കൊടുത്തത്. എന്നാൽ കോടതി പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും അവിടെ ഒരു ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടോ LED സ്ക്രീനിൽ ദൈവവചനത്തിൻ്റെ ഒരു പ്രസംഗം കാണിച്ചതുകൊണ്ടോ അതിൻ്റെ അർത്ഥം നിർബന്ധിത മതപരിവർത്തനം നടന്നുവെന്ന് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല. ഉത്തർപ്രദേശിലെ ആ നിയമം അനുസരിച്ച് അങ്ങനെ കേസെടുക്കണമെങ്കിൽ അതിനകത്ത് വിക്ടിമായിട്ടുള്ള ഒരാൾ, അതായത് ആരെയാണോ മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചത്, ആരെയാണോ പ്രലോഭിപ്പിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിക്കുകയോ ചെയ്തത്, അങ്ങനെ ഒരു വിക്ടിം ഉണ്ടായിരിക്കണം. ആ വിക്ടിം കൊടുക്കുന്ന പരാതിയിൽ മാത്രമേ കേസെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഈ കോടതി ഈ വാദം കേൾക്കുമ്പോൾ പരാമർശിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, കോടതിയുടെ പരാമർശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, പ്രിമാ ഫേസിയ, അതായത് പ്രഥമ ദൃഷ്ടിയ ഈ ഒരു FIR നിലനിൽക്കുന്നതല്ല. കാരണം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു വിക്ടിം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒരാളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം ഈ FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട്
ചില മാസങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു വ്യക്തിയും പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹത്തെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് ഈ കേസിൽ ചേർത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാലവിളംബത്തോടുകൂടെ എഴുതി ചേർത്ത ഒരു കാര്യമായതുകൊണ്ട് കോടതിക്ക് ആ കാര്യങ്ങളിൽ സംശയമുണ്ടെന്ന് കോടതി പറവാൻ ഇടയായിത്തീർന്നു. അലഹബാദ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അബ്ദുൾ മൊയ്ൻ അതുപോലെ തന്നെ ബബിത റാണി ഇവർ രണ്ടുപേരുമാണ് ആ ഒരു വാദം കേൾക്കുന്നത്. അവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവ്, അതായത് ഈ വീട്ടിൽ ഇങ്ങനെയുള്ള ബൈബിൾ ഡിസ്ട്രിബ്യൂഷനോ പ്രാർത്ഥനയോ നടക്കുന്നു എന്നുള്ള വിവരം എങ്ങനെയാണ് ഈ കംപ്ലൈൻറ്റ് കൊടുത്ത അല്ലെങ്കിൽ വിക്ടിമാണെന്ന് പറഞ്ഞു വന്ന ആൾ അറിഞ്ഞത്, എങ്ങനെയാണ് ആ വ്യക്തി ആ വീട്ടിലെത്തിയത്? മാത്രമല്ല ഈ വിക്ടിം എന്ന് പറയുന്ന കംപ്ലൈൻറ്റ് കൊടുത്ത ആൾ ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ ചെന്നത്. അപ്പോൾ എങ്ങനെയാണ് താൻ ഇത്രയധികം ആളുകളെ ഒന്നിച്ച് കൂട്ടിയത്? അതായത് ആ വീട്ടിലുള്ള ആളുകൾ നടത്തുന്ന പ്രാർത്ഥന അത് അലങ്കോലപ്പെടുത്തുവാൻ ഒരു ആൾക്കൂട്ടവുമായിട്ടാണ് ഇയാൾ പോയത്. അപ്പോൾ തനിക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത് അവിടെ അങ്ങനെ മതപരിവർത്തനം അല്ലെങ്കിൽ പ്രാർത്ഥന നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഈ പറഞ്ഞ വ്യക്തി അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം, എത്ര കേസുകൾ നിലവിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റ് കേസുകൾ ഉണ്ട് എന്നുള്ള വിവരവും വെളിപ്പെടുത്തണമെന്നും അങ്ങനെ ഒരു കൗണ്ടർ അഫിഡവിറ്റ്, അതായത് ഈ കംപ്ലൈൻറ്റ് കൊടുത്ത ആളിപ്പോൾ ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കണമെന്നും ഗവൺമെൻറ് ഈ കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യണമെന്നും, എന്തുകൊണ്ടാണ് പോലീസ് അതായത് ഒരു വിക്ടിമില്ലാതെ ദ്രുതഗതിയിൽ കേസെടുത്ത് FIR ചാർത്തിയത്? വിക്ടിമില്ലാതെ അങ്ങനെ FIR എഴുതുവാൻ പറ്റുകയില്ല. മാസങ്ങൾക്ക് ശേഷം ഒരു വിക്ടിമിനെ കണ്ടെത്തി ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് കോടതിക്ക് സംശയമുണ്ട്. പ്രഥമ ദൃഷ്ടിയ ഇത്തരം കേസുകൾ നിലനിൽക്കുകയില്ല എന്നൊരു പരാമർശമാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ പരാമർശത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ഇന്ത്യയിൽ പല ഭാഗത്ത് നിലവിൽ നിൽക്കുന്ന പല കേസുകൾ വേദപുസ്തകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന കാരണം കൊണ്ട് മതപരിവർത്തനം നടത്തുന്നു എന്ന് പറയുന്ന കേസുകൾ, ആ കേസുകൾക്ക് ഈ കോടതിയുടെ പരാമർശം സഹായകമായി തീരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതായത് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾക്ക് ഒരു വേദപുസ്തകം ഗിഫ്റ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി എന്നുള്ളതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ന്യൂസിൽ പറഞ്ഞിരുന്നു, റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ഭഗവത്ഗീതയൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം വ്ളാഡിമിർ പുടിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതപരിവർത്തനം നടത്തുവാൻ ശ്രമിക്കുന്നു എന്നാണോ? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പലരും വേദപുസ്തകം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ചിത്രം ഞാൻ കാണിക്കാം. വസന്തി സ്റ്റാൻലി എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ മുൻ എം പി അവർ പ്രധാനമന്ത്രിക്ക് വേദപുസ്തകം കൊടുക്കുകയാണ്. പ്രധാനമന്ത്രി ചിരിച്ചുകൊണ്ട് ആ വേദപുസ്തകം വാങ്ങിക്കുന്നു. അതൊരു സമ്മാനമാണ്. അപ്പോൾ അങ്ങനെ വേദപുസ്തകം കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ വസന്തിക്കെതിരെ എന്തുകൊണ്ടാണ് അന്ന് കേസെടുക്കാഞ്ഞത്? പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ആ വേദപുസ്തകം വാങ്ങിച്ചത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു MP വേദപുസ്തകം കൊടുക്കുന്നു, അത് അദ്ദേഹം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. അദ്ദേഹം ഭഗവത്ഗീത മറ്റൊരു രാഷ്ട്രത്തലവന് കൊടുക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാകുന്ന സമ്മാനങ്ങളാണ്. ഇതൊന്നും മതപരിവർത്തന ശ്രമങ്ങളായി വ്യാഖ്യാനിക്കപ്പെടരുത്. അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും അലഹബാദ് ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവും അതോടനുബന്ധിച്ചുള്ള പ്രസ്താവനകളും വളരെയധികം ശുഭപ്രതീക്ഷ നൽകുന്നതാണ്. ഇത്തരം കെട്ടിച്ചമച്ച കേസുകൾ ഇന്ത്യയുടെ വിവിധ കോടതികളിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഈ കേസുകളിലൊക്കെ ഇങ്ങനെയുള്ള ന്യായവും നീതിയുമുള്ള വിധികൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.